കാളഹസ്തിയിൽ വന്നാൽ കാളഹസ്തി ക്ഷേത്രം തൊഴുക എന്നുള്ളത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാളഹസ്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഉടുക്കുന്ന സാരീസിൽ കലംകാരി സാരീസ് എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കലംകാരി പ്രിൻ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള പെയിൻറ്റിംഗ് ആണത്. ഒരു നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്, തഞ്ചാവൂർ പെയിൻറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് കലംകാരി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ പ്രിൻറ്റിങ്ങും ഉണ്ട്, പെയിൻറ്റിങ്ങും ഉണ്ട്, വീവിങ്ങും ഉണ്ട്. അങ്ങനെ കലംകാരി ഉത്ഭവിച്ച സ്ഥലമാണ് കലംകാരി പ്രിൻറ്റിങ് അല്ലെങ്കിൽ കലംകാരി പെയിൻറ്റിങ്ങിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ കാളഹസ്തിയാണ്. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ് സ്ഥലത്തേക്ക് ഇന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഒരു ചെറിയൊരു വില്ലേജാണ് കലംകാരി. കലംകാരി വീവിങ് സെൻറ്റർ മാനുഫാക്ചറിങ് അവിടെയാണ്. കലംകാരി പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇത് കാളഹസ്തി. അവിടുത്തെ വിഗ്രഹം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശിവൻ്റെ വിഗ്രഹം ഇങ്ങനെയാണ്. അതുപോലെ പാർവതിയുടെ വിഗ്രഹം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് കലംകാരിയിൽ ചെയ്തിരിക്കുന്നത് കണ്ടോ? അവിടെ തോന്നുന്നു ഡെവലപ്മെൻറ്റ് സൊസൈറ്റിന്ന്. ഓക്കെ, ചോദിച്ചു നോക്കാം. വീഡിയോ പെയിൻറ്റ് ചെയ്യുന്നത് വെറുതെ അല്ലല്ലേ കലംകാരി സാരീസൊക്കെ ഇത്ര കോസ്റ്റ്ലി ആണെന്ന് പറയുന്നത്. കാരണം ഒരു സാരിയിൽ തന്നെ ഇത്രയും പേരിരുന്ന് ടൈം എടുത്ത് പെയിൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സാധനം കയ്യിൽ കിട്ടുന്നത്. അതെ, ഇതാ ഇരുന്ന് പെയിൻറ്റ് ചെയ്യുന്നത് നോക്കൂ. എത്ര നേരം വേണ്ടി വരും ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ? എത്ര പേരാണ് ഇരിക്കുന്നത് നോക്കിയേ. ഒരു സാരി കംപ്ലീറ്റ് ആകാൻ 1 മാസം എടുക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഓരോരുത്തരും ഇരുന്ന് വരയ്ക്കുന്ന ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് നമ്മൾ ഇങ്ങനെയുള്ള കലാകാരന്മാരെ അല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്. എന്തൊരു കഴിവ് വേണമെന്നറിയാമോ ഇങ്ങനെ ഒരു തെറ്റ് പോലും വരാതെ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വരയ്ക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ. പിന്നെ ഇതിൽ പറയുന്നത് ഇതിലാദ്യം ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് ബാംബൂ സ്റ്റിക്കിൽ തുണി ചുറ്റി കളറിൽ മുക്കിയിട്ടാണ് വരയ്ക്കുന്നത്. പിന്നെയാണ് അതിൻ്റെ മേലിൽ പെയിൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്യുവറായിട്ടുള്ള ഏത് മെറ്റീരിയലിലും കലംകാരി വരയ്ക്കാൻ പറ്റും, ഈ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. പ്യുവർ അല്ലാത്ത മെറ്റീരിയലിൽ ചെയ്യാൻ പറ്റില്ല. അതിൽ ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രിൻറ്റിങ് കലംകാരിയില്ലേ, അങ്ങനെ പ്യുവർ അല്ലാത്ത മെറ്റീരിയലാണ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. പ്യുവറായിട്ടുള്ള ഇതിൽ പെയിൻറ്റ് ചെയ്ത് കിട്ടുന്ന എല്ലാ സാരീസിനും എല്ലാ ഡ്രസ്സസിനും നല്ല കോസ്റ്റ് ഉണ്ടാവും. കാരണം ഇത്രയും കഷ്ടപ്പെട്ടല്ലേ അവർ ചെയ്യുന്നത്. ഇത് സിൽക്ക് സാരിയാണ്, കാഞ്ചീപുരം പട്ട് സാരിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത്രയും ഭാഗം കളർ ചെയ്ത ഭാഗമാണ്, ഇത്രയും ചെയ്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ അവർ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഓർഗാനിക് ആണെന്നാണ് പറയുന്നത്. പോമോഗ്രാനൈറ്റിൻ്റെ ഷെൽ വെച്ചിട്ട് പിന്നെ ജാഗറി യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് പെയിൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാരി നല്ല സാരിയല്ലേ, നല്ല കളർ. പക്ഷെ ക്രീമിൽ ഇതല്ല, ബ്ലൂ വരും. ബ്ലൂ ആണ്, നല്ല ബ്ലൂ അല്ലേ. ഇപ്പൊ വൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അവർ പറയുന്നത് ഇവിടെ ഗ്രീൻ കളർ വരും. ഗ്രീനിൽ ഈ പിങ്ക് ബോർഡർ ആയിട്ട് നല്ല രസമായിരിക്കും. ഇതുപോലെ ഇരിക്കും, പിങ്ക് ആൻഡ് ഗ്രീൻ. ഇത് കണ്ടോ, ഇതൊരു ഇന്ത്യയുടെ മാപ്പാണ്. അത് കലംകാരിയിൽ ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് അവരുടെ സെയില്. നമ്മൾ കടയിലേക്ക് കയറുമ്പോൾ തന്നെ കാണാവുന്നത് ഈ ഒരു വെങ്കടാചലപതിയുടെ വിഗ്രഹമാണ്. അവിടെയും ബാക്കിലും കലംകാരി യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാ നോക്കട്ടെ, കൊള്ളാം. ഓ, താഴെ വലിയ ബോർഡർ അല്ലേ. കൊള്ളാമോ?
വേണോ? കളർ കൊള്ളാൻ, വേണമെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സ് നോക്കാം. ചെറിയ ഒരു പാവാടയും ബ്ലൗസും കണ്ടോ, ക്യൂട്ട്. ഇതിൻ്റെ അടിയിലത്തെ ഈ സ്റ്റിച്ചിങ് കണ്ടോ, നല്ല രസം. സെറ്റ് സാരി ഒക്കെ ഉണ്ടല്ലോ കലംകാരിയിൽ. എന്താ? ആ, തെലുഗു ഫോണ്ട്. ആ, ഈ ഇവിടെ ഇട്ടിരിക്കുന്ന ചെയേഴ്സ് കലംകാരിയാണ് കേട്ടോ. വേണോ? ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുത്തു. സാരീസൊക്കെ എടുക്കാൻ പോയാൽ ഭയങ്കര കോസ്റ്റാണ്. ഈ കാഞ്ചീപുരം, ഇത് ഒറിജിനൽ കാഞ്ചീപുരം സാരിയിലാണ് ചെയ്യുന്നത്. അതുപോലെ പ്യുവർ ഹാൻഡ്ലൂം സാരീസിലാണ്, കോട്ടൺ ആണെങ്കിലും അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ല കോസ്റ്റ് വരും. ഇതിനൊക്കെ നല്ല വിലയുണ്ട്. സാരി എടുത്തില്ല ഞാൻ. സാരി അല്ലെങ്കിൽ തന്നെ കുറേ സാരി ഉണ്ട്. ദുപ്പട്ട കുറേ എടുത്തു. പിന്നെ 2 റെഡിമെയ്ഡ് ബ്ലൗസ് ശ്രേയയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു. ഇത്രയും ഞങ്ങൾ എടുത്തു. 3, 4 ഇത്രയും ദുപ്പട്ടാസ് എടുത്തു. ഈ 2 ബ്ലൗസ് എടുത്തു. ബൈ ബൈ ബൈ. നവോദയ കലംകാരി.